സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകാൻ കെപിസിസി എക്സിക്യൂട്ടീവ് ശനിയാഴ്ച ചേരും. കെപിസിസി അധ്യക്ഷൻ നയിക്കുന്ന യാത്രയുടെ തീയതിയിലടക്കം അന്തിമ തീരുമാനമുണ്ടാകും. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും യോഗത്തിൽ പങ്കെടുക്കും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമുയർത്തിയ വിമർശനങ്ങളും സമരങ്ങളും പൊതുജനങ്ങളെ ബോധിപ്പിക്കാനായി എന്നാണ് കെപിസിസിയുടെ വിലയിരുത്തൽ. പ്രതിഷേധങ്ങൾക്ക് നേരെ ഡിവൈഎഫ്ഐയും പോലീസും കാട്ടിയ അതിക്രമവും മനസ്സിലാക്കാനായിട്ടുണ്ട്. പ്രതിഷേധങ്ങളോടെ യുവജന സംഘടനകളെയും പാർട്ടിയെയും സജ്ജമാക്കാൻ കഴിഞ്ഞുവെന്നും അണികൾക്കിത് പുതിയ ഊർജ്ജമായി എന്നും വിലയിരുത്തലുണ്ട്. അവശ്യ സാധനങ്ങളുടെ ക്ഷാമം, വിലക്കയറ്റം, പെൻഷൻ കുടിശ്ശിക, കാരുണ്യ സ്കീം അവതാളത്തിലായത്, പോലീസ് വീഴ്ച, അങ്ങനെ തുടങ്ങി സർക്കാർ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വീണ്ടും സമരരംഗത്ത് സജീവമാകാനാണ് തീരുമാനം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം 30-ാം തീയതി ശനിയാഴ്ച ചേരുന്ന എക്സിക്യൂട്ടീവിലെടുക്കും. ഇതിനോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെപിസിസി സംഘടിപ്പിക്കുന്ന മാർച്ച് എന്ന് തുടങ്ങണം, എങ്ങനെയൊക്കെ ആകണം എന്നതിലും അന്തിമ തീരുമാനം യോഗത്തിലുണ്ടാകും. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന ജാഥ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ സ്വീകരണ പരിപാടി എന്ന തലത്തിലായിരിക്കും. ഇതിലേക്ക് വേണ്ട സ്ഥിരാംഗങ്ങൾ ആരൊക്കെ എന്നതിലടക്കം യോഗത്തിൽ തീരുമാനമുണ്ടാകും. ജാഥയോടനുബന്ധിച്ച് ഓരോ ബൂത്തിൽ നിന്നും 10,000 രൂപ വരെ സമാഹരിക്കാനും നിർദ്ദേശം നൽകിയേക്കും. നേതാക്കൾ തന്നെ മുന്നിൽ നിന്ന് നയിച്ച സമരങ്ങൾ അണികൾക്ക് വലിയ ഊർജം നൽകിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇനി തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയെ ബൂത്ത് തലം മുതൽ സജ്ജമാക്കേണ്ടതുണ്ട്. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.